ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ഒരു ദിവസത്തെ മോർണിംഗ് തൊട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ, നേരം പുലർന്ന് വരുന്നുള്ളൂ. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് തുറന്നിടും, ജനലൊക്കെ തുറന്നിടുന്നുണ്ട്. ഇത് പുറത്തൊക്കെ നല്ല ഇരുട്ടാണെന്ന് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത്ര നാളും വെക്കേഷനായ കാരണം നേരത്തെ എണീക്കേണ്ട വന്നിരുന്നില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന കാരണം നേരത്തെയൊക്കെ എണീക്കണം. അപ്പോൾ കാലത്ത് തന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവ് ഇന്നലെ അരച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മാവൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ മാവ് അരച്ചിട്ട് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി പൊന്തി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ സെറ്റാവില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ, മാവൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. പിന്നെ ഞാൻ ചോറ് തലേ ദിവസം തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടാവും. അത് വീണ്ടും തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ തന്നെ ഇറക്കി വയ്ക്കും. സ്കൂളിൽ പോകാറാകുമ്പോൾ വാർക്കാറുള്ളൂ. സ്കൂളിലേക്ക് ലഞ്ചിന് പയറുപ്പേരി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പച്ചപ്പയർ ഇവർക്ക് നോൺ വെജ് ഫുഡ് അലൗഡ് അല്ല സ്കൂളിൽ. അപ്പോൾ നമ്മളെപ്പോഴും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കാണ് വെജിറ്റബിൾസിൻ്റെ പേസ്റ്റൊക്കെ ഇടാറ്. അപ്പോൾ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെജിറ്റബിൾ വേസ്റ്റ് കൊണ്ട് കളയുക ചെയ്യാറ്. അപ്പോൾ നമുക്ക് പണി ഇത്തിരി എളുപ്പമാണ്. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പും ഒക്കെ ഇട്ടാൽ പിന്നെ അത് വൃത്തിയാക്കണ്ടേ. പിന്നെ പയറൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ സബോളയല്ല ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി കഴുകി അതിങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് നല്ലോണം. കൂടെ തന്നെ മുട്ടക്കറിക്കുള്ള സബോളയും തക്കാളിയും ഇഞ്ചി പച്ചമുളകൊക്കെ എടുത്ത് അതും സെറ്റാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം നമ്മുടെ മുട്ടക്കറി ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാം. അപ്പോൾ മുട്ടക്കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച ശേഷം ഞാൻ അതിലേക്കുള്ള നാളികേരം കൂടി വേഗം അരച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നാളികേരം അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നാളികേരം തന്നെ പച്ച നാളികേരമായിട്ട് അരച്ചെടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കഷ്ണം ഉള്ളിയും പിന്നെ ഒരു ഇത്തിരി പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്തിട്ട് നാളികേരം അരച്ചെടുക്കണത്. അതല്ലെങ്കിൽ തന്നേക്ക് അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ ഇതേ വേഗം ചീഞ്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് സബോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഉപ്പ് ആദ്യം കുറേ ഇടണ്ട, ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇടാം. അപ്പോൾ ആ സമയം ഞാൻ ചായയും കൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സബോളയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് 2 തക്കാളി എടുത്തേക്കുന്നുണ്ട് കേട്ടോ. 2 തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വേവാൻ പാകത്തിനുള്ള വെള്ളം. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒന്ന് ആറ്റി ഗ്ലാസ്സിലൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും മുട്ടക്കറിയിലേക്ക് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായല്ലോ, അതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരം അരച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, നാളികേരം അരച്ചത് ഒഴിച്ചിട്ട്. ഇനി നമ്മുടെ ഈ കറിയുടെ കട്ടി നമ്മുടെ ആവശ്യത്തിന് കട്ടി കൂട്ടി കുറച്ചെടുക്കുക. നല്ലോണം കട്ടി വേണമെങ്കിൽ നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതല്ലെങ്കിൽ നല്ല ലൂസായിട്ടുള്ള കറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് മുട്ടക്കറി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പയർ ഉപ്പേരി വെക്കണം. അപ്പോൾ പയർ ഉപ്പേരിക്കുള്ള ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് ഉള്ളി മൂപ്പിക്കുകയാണ്. ഉള്ളി മൂപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറണ വരെയൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച പയർ എടുത്തിട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇടുക. നമ്മൾ കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പപ്പടം കൂടി കാച്ചിയെടുക്കണം. അപ്പോൾ പപ്പടം ഇവിടെ കാച്ചുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അപ്പത്തിനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കാം.
അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് ചുറ്റിച്ച് അടച്ച് വെച്ചത് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്തിരി മുരിഞ്ഞ അപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പോഴേക്കും നമ്മുടെ പയറുപ്പേരി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പണികളൊക്കെ ഒരുത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈയോടെ തന്നെ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുക. അപ്പോൾ നമ്മുടെ അപ്പം മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മോൾക്കുള്ള ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോൾക്ക് സ്കൂളിൽ പോകാൻ നേരമായപ്പോൾ മോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി മോളെ സ്കൂളിലേക്ക് ബസ് കയറ്റി വിട്ടതിന് ശേഷം ഞാൻ വന്ന് അടിച്ചു വാരലൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാണ്. പിന്നെ കുറച്ച് നേരം വീണ്ടും നമ്മുടെ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം പാസ് ഉണ്ടാവില്ല, അതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു. പെട്ടെന്നുള്ള കാലത്തൊക്കെ നല്ല വെയിലായിരുന്നു. ഉച്ചയായപ്പോഴേക്കും പെട്ടെന്ന് നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട നേരമായിരുന്നു. അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇപ്പോൾ ഫോണിൽ ഇങ്ങനെ യൂട്യൂബും ഓരോ റീൽസൊക്കെ കണ്ട് അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം മോള് സ്കൂളിൽ വിട്ട് വരേണ്ട നേരമായപ്പോഴേക്കും മോൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വയ്ക്കാൻ വിചാരിക്കുകയാണ്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാൻ വലിയ താല്പര്യമില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഈവനിങ്ങിൽ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ബേക്കറി പലഹാരങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറ്. അപ്പോൾ ഞാനിന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. മുക്കി പൊരിച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് അല്ല, ബ്രെഡ് മുക്കി പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്, മറ്റേ കടലമാവൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബാറ്റർ റെഡിയാക്കാണ്. ഒരു സബോള നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യും. പിന്നെ അതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ കടലമാവും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 3-4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് അതിൽ മുക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു ദോശത്തട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ബാറ്ററിലേക്ക് ഓരോ ബ്രെഡായിട്ട് ഇങ്ങനെ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം കോട്ട് ചെയ്തിട്ട് ദോശ തട്ടുമ്പോൾ വെച്ചിട്ട് നല്ലോണം അത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കരിഞ്ഞൊന്നും പോവരുത്, തീ കുറച്ചിടുക. എന്നിട്ട് അത് തിരിച്ചു മറിച്ചിട്ടിട്ട് പെട്ടെന്ന് ആയിക്കോളും, പെട്ടെന്ന് കുക്കാവും, അധികം ഓയിലൊന്നും വേണ്ട. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലോണം അത് കുക്ക് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയൊക്കെ കഴിച്ചോളും. അങ്ങനെ ഉച്ചക്കത്തേക്ക് ചായക്കുള്ള സ്നാക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോൾ വന്നപ്പോഴേക്കും മോളുടെ കുറച്ച് പാത്രങ്ങൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ അതിനുശേഷം മോൾക്ക് ചായയും സംഭവം, അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്നാക്സ് ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. മോൾ ഓൾറെഡി സ്കൂൾ വിട്ട് വന്ന് ഫ്രഷ് ആയിട്ടാണ് ഇതൊക്കെ കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.